നമുക്ക് ആദ്യം 2 പേപ്പർ എടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള ഏത് പേപ്പറായാലും കുഴപ്പമില്ല. അതിൻ്റെ ആദ്യം ഇതുപോലെ മടക്കാം. 2 പേപ്പറും ഇതുപോലെ മടക്കാം. മടക്കിയിട്ട് ആ ബാലൻസ് ഇല്ലേ അത് നമ്മൾ വെട്ടി മാറ്റാൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ 2 പേപ്പറും ഇതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ബാലൻസ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പേപ്പർ നമ്മൾ തുറന്നിട്ട് അതിന് അവിടുന്ന് ഹാഫായി ക്ലോസ് ചെയ്യാം. ഇതുപോലെ മടക്കാം. 2 പേപ്പർ ഇതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ വരെ നമ്മൾ ആദ്യം ഹാഫാക്കി മടക്കും. ഇതുപോലെ ഇതുപോലെ 2 സൈഡും 2 സൈഡും ഇതുപോലെ മടക്കും. 2 പേപ്പേഴ്സ് നമ്മൾ പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ അതും ചെയ്യാം. ഇത് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മടക്കും. 2 പേപ്പറും ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ മറ്റൊന്ന് ഓപ്പോസിറ്റ് മടക്കി 2 പേപ്പർ ഇതുപോലെ മടക്കാം. അതിൻ്റെ ഒരെണ്ണം ഈ സൈഡിലേക്കും ഒരെണ്ണം ആ സൈഡിലേക്കും ആയിട്ട് മടക്കാം കേട്ടോ. പിന്നെ അപ്പം ഇതിൽ ഒരു സൈഡ് അങ്ങോട്ട് അപ്പുറത്തേക്കും പിന്നെ മറ്റേ സൈഡ് ഇങ്ങോട്ടായിരിക്കും. ഇതുപോലെ തന്നെ 2 മടക്കിയിട്ട് ഇത് ഇങ്ങനെ മടക്കാം. ഇതിൻ്റെ സൈസിൻ്റെ പോലെ ഒരു കോൺ ഷേപ്പ് പോലെ കിട്ടും നമുക്ക്. കണ്ട അപ്പോൾ തന്നെ 2 സൈഡും അതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഈ പേപ്പർ നമുക്ക് ചെയ്യാം. ഇത് കണ്ട ആ 2 അറ്റും പോയിന്റ് ആയിരിക്കണം. പിന്നെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നോ നോക്കാം. അത് പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പോയിന്റിന് പെടണമെന്നാ. അതിന് നമ്മൾ ആദ്യം അത് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡായിട്ട് വയ്ക്കും. അതുപോലെ വയ്ക്കും. നോക്കിക്കോ, ഇതുപോലെ വെച്ചിട്ട് പ്ലെയിൻ ആക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പുറത്തെ സൈഡ് ആ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കാം. ആ അജ്ജ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അതെനിക്ക് ഇത് കിട്ടിയില്ല മര്യാദയ്ക്ക്. അത് കാരണാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിൻ്റെ നമ്മൾ അജ്ജില്ലേ, അജ്ജൊന്ന് പോയിന്റ് ഷേപ്പ് ആക്കാം. പോയിന്റ് ഷേപ്പ് എന്നിട്ടാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ഇതും അതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഇത്രയ്ക്കുള്ളൂ. ഇതറിയുള്ളൂ. നമ്മളുടെ നിഞ്ച ബ്ലേഡ് ശരിയായി.
Okay, bye bye. Take care.